ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ RT റിപ്ലൈനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണ്, അതേപോലെ എത്ര ഒഴിവുകൾ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ചോദിച്ചത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 31 ഡിസംബർ 2028 വരെ എത്ര ഒഴിവുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ എത്രയാണ് നമ്മൾ ഐയുടെ ടോട്ടൽ കാഡർ സ്ട്രെങ്ത് എത്രയാണെന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ബിഫോർ കൺഫർമേഷൻ 38,270 ഉള്ളത് ആഫ്റ്റർ കൺഫർമേഷൻ എത്ര 24,108 അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐയുടെ ടോട്ടൽ കാഡർ സ്ട്രെങ്ത് ഇതാണ്, 191 ടോട്ടൽ കാഡർ സ്ട്രെങ്ത്. ഇത് നമ്മുടെ വെബ്സൈറ്റിലുള്ള, അതായത് ഇൻഡസ്ട്രീസ് ഓഫ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിലുള്ള ഡാറ്റയാണ് 191 എന്നുള്ളത്. അതുകൂടാണ്ട് EDS എത്ര 1,184. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം 69 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. 69 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇപ്രാവശ്യത്തെ എയിം എന്ന് വെച്ചാൽ മാക്സിമം എന്ത് ചെയ്യാം, ടോപ്പ് 15 ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇപ്പം ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് ഇതാണ്, RTIയുടെ. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പക്ഷെ ഈ ഒരു RTI ആരെ കൊടുത്തെന്നില്ല ആരും അറിയില്ല. പക്ഷെ ഇതിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ കൊടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അതേപോലെ ഈ ഒരു RTI കണ്ടിട്ട് നിങ്ങൾ ആരും പാനിക് ആവുകയും ചെയ്യരുത്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് പാനിക് ആവാത്തതെന്നും പാനിക് ആവാണ്ടിരിക്കേണ്ടതെന്നും ഇതിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിലിപ്പോ അവർ ഇപ്പൊ റിപ്ലൈ കൊടുത്ത ഇതാണ്, വ്യവസായ വികസന ഓഫീസർ തസ്തികയിൽ 2 ഒഴിവുണ്ട്. ഇതിൽ ഒരെണ്ണം PSC നേരിട്ടുള്ള നിയമനമായതിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2025 ജനുവരി മുതൽ 28 ഡിസംബർ 31 വരെയുള്ള വികസന ഓഫീസർ തസ്തികയിൽ നിന്ന് വിരമിക്കുന്നവരുടെ എണ്ണം ചുവടെ ചേർക്കുന്നു. വിരമിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോ മേൽപ്പറഞ്ഞ ഒഴിവുകൾ PSC മുഖേന നേരിട്ടുള്ള നിയമനം പ്രകാരം നികത്തുന്നവയല്ല. ഓക്കെ, കാരണം പറഞ്ഞ 3, 5, 4, 4, 4, 12ഉം 8ഉം 20 വേക്കൻസി ആണെന്നാണ് ഇവര് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻ എന്താ, ഈ 20 എണ്ണത്തില് 1/3 മാത്രമേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ളൂ. ബാക്കി 2/3 എന്താ, പ്രൊമോഷൻ ആണ്. അതായത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ക്ലർക്കായിട്ട് അല്ലെങ്കിൽ വേറെ ലോവർ തസ്തികയിൽ ജോലി ചെയ്യുന്നവരുടെ പ്രൊമോഷൻ ആയിട്ട് എന്താ IEOയിൽ എത്തുന്നവരുണ്ട്. അപ്പൊ ഇതിൽ 1/3 മാത്രമാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. 1/3. പിന്നെ ഇതിലുള്ള ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല്, IEOയുടെ വിരമിക്കുന്നവരാണ് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് IEOയിൽ നിന്ന് കുറെ പേര് എന്താ പ്രൊമോഷൻ ആയിട്ട് ADIOS ആയിട്ട് മാറുന്നവരുണ്ടാവാം. 2/3. ഓക്കെ, ADIOS ആയിട്ട് മാറുന്നവരുണ്ടാവാം. IEOയിൽ നിന്ന് കുറെ പേര് എന്താ ADIO ആയിട്ട് പ്രൊമോഷൻ ആയിട്ട് പോകുന്നവരുണ്ടാവാം. ADIOS വിരമിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ADS വിരമിക്കുന്നവരുണ്ടാവാം. അപ്പൊ ADIOS ADS ആയിട്ട് പോകുന്നവരുണ്ടാവാം. ഓക്കെ, അതേപോലെ IEOയുടെ കേസിൽ എന്താ പുതിയതായിട്ട് വാക്കൻസി, പുതിയതായിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് ദീർഘകാലങ്ങളായിട്ടുള്ള ആ ഒരു ആവശ്യമാണ് IEOയുടെ കേസിൽ കൂടുതൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല എന്നാണ് നമുക്കറിയാവുന്ന ഒരു ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോഴെന്താ അവിടെ കൂടുതൽ വേക്കൻസീസ് അവിടെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾ ആരും പാനിക് ആവരുത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം വെച്ചാൽ ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാധിക്കരുത്. നിങ്ങളെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങൾ എന്താ ടോപ്പ് 50ൽ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി സാധിച്ചത്, 2028 എന്താ അത്യാവശ്യം ബൾക്കായിട്ട് ഒഴിവുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 20 to 30 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പറയാം. ഓക്കെ, 20 to 30 നമുക്ക് എന്താ അവിടെ 2028 എന്താ വേക്കൻസി ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് അടുപ്പുള്ള ഒരു ഓഫീസർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ബാക്കി 2026-ലും 27-ലും ഒക്കെ എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ഡിജിറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ 2028-ൽ എന്താ ഡബിൾ ഡിജിറ്റ് വേക്കൻസീസ് ഉണ്ടാകും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, ഇപ്പം എക്സാമിന്റെ ആയല്ലോ അല്ലെ, 18-ാം തീയതിയാണ്. അപ്പോ ടോപ്പ് 15 ഉള്ളിൽ തന്നെ എന്താ നിങ്ങൾ മാക്സിമം എത്താൻ വേണ്ടി ശ്രമിക്കുക. ടോപ്പ് 25 ഒക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, മാക്സിമം എന്താ ടോപ്പ് 15 ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ എത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് സ്പീഡപ്പ് ആക്കുക. ഓക്കെ, അപ്പോ ചെറിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പാനിക് ആവരുത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇതാക്കിയിട്ടുണ്ടാവും, ഇത്ര വേക്കൻസി ഉള്ളൂ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ലോ, പ്രൊമോഷൻ ഒക്കെ ഉണ്ടാവില്ലേ
ശരിയാണ്, ഐ ആയിട്ട് പ്രൊമോഷൻ ആയിട്ടൊക്കെ വരും. അത് 2/3 ആണ്. 1/3 മാത്രമേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് PSC വഴി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ. ഓക്കെ, 1/3 മാത്രമേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, 2/3 എന്താ ബൈ പ്രൊമോഷൻ ആണ്. ഇത് കൂടാണ്ട് പുതിയതായിട്ട് എന്താ വേണമെങ്കിൽ വേക്കൻസി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ IO ADS ആയിട്ട് പ്രൊമോഷൻ ആയിട്ട് പോകുന്നവരുണ്ടാവാം. അതുപോലെ ADI ADS ആയിട്ട് പ്രൊമോഷൻ ആവുന്നുണ്ടാവാം. അതൊക്കെ വെക്കുമ്പോൾ എന്ത് നമുക്ക് അവിടെ കൂടുതൽ വേക്കൻസീസ് വരാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് 2028 എന്ത് ഡബിൾ ഡിജിറ്റ് വേക്കൻസീസ് ഉണ്ടാവുന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ ചെറിയൊരു ഇൻഫർമേഷൻ ആണ്. എല്ലാവരും മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.